التمسك بالأثر نجاه. പത്താമത്തെ ചോദ്യം, മാ അഅ്ളമുദ്ദുനൂബ്, തിന്മകളിൽ ഏറ്റവും ഗൗരവമേറിയത്, ഏറ്റവും വലിയ തിന്മ അത് എന്താണ്, അല്ലെങ്കിൽ ഏതാണ്? നമ്മൾ ശ്രദ്ധിക്കണം, തിന്മ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾക്കാണ് തിന്മ, അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അവൻ വെറുക്കുന്നു എന്നറിയിച്ചു തന്ന കാര്യങ്ങളെയാണ് തിന്മ എന്ന് പറയും. ഇത്തരം കാര്യങ്ങൾ അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായിക്കൊണ്ട് നിശ്ചയിച്ച കാര്യങ്ങളാണ്. ഈ പരീക്ഷണം അതിൽ വിജയിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, ചെയ്യരുത് എന്ന് പഠിപ്പിച്ച എന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ തിന്മയാണ് എന്ന് നിശ്ചയിച്ച കാര്യങ്ങൾ, അത് നമ്മൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് അതിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അതിൽ നമുക്കെന്തെങ്കിലും ഖൈറുകൾ ഉള്ളതായി തോന്നുന്നുണ്ടെങ്കിലും ഒക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അടിമ എന്ന നിലയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് തിന്മയായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവൻ അത് ഒഴിവാക്കൽ അവൻ്റെ മേൽ നിർബന്ധമാണ്. അത് ആദം അലൈഹിസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. നമ്മുടെ എല്ലാവരുടെയും ഉപ്പയും ഉമ്മയുമായ ആദം അലൈഹിസ്സലാം, അതുപോലെ തന്നെ ഹവ്വ അലൈഹിസ്സലാം, അവർ രണ്ടുപേരും സ്വർഗത്തിൽ ആയിരുന്നു. നമ്മൾ ഏത് സ്വർഗത്തിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അതേ സ്വർഗത്തിലായിരുന്നു അവർ രണ്ടുപേരും ആദ്യമുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് സ്വർഗത്തിലെ എല്ലാ ആസ്വാദനങ്ങളും ആസ്വദിച്ചു കൊള്ളാൻ, ഏത് വിധേനയും നിങ്ങൾക്ക് എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചു കൊള്ളാൻ അള്ളാഹു അവർക്ക് അനുവാദം കൊടുക്കുകയാണ്. പക്ഷേ ഒരു കാര്യം, ഒരേ ഒരു മരം, ആ മരത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കരുത്, അതിൻ്റെ പഴം നിങ്ങൾ കഴിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിലക്ക് നിശ്ചയിക്കുകയാണ്. അപ്പോൾ അത് നമുക്കറിയാം, പരീക്ഷണമായി നിശ്ചയിച്ചതാണ്. ആ പരീക്ഷണത്തിൽ ഖദ്ദർ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതുപോലെ അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു, ഭൂമിയിലേക്കെത്തി. ബാക്കിയൊക്കെ നമുക്കറിയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലെ തന്നെ പരീക്ഷണം എന്ന നിലയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ, അത് തിന്മകളായി പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തിന്മകൾ നമ്മുടെ മേൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഏറ്റവും നിർബന്ധമായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തിന്മകൾ ഒഴിവാക്കുമ്പോൾ നമ്മൾ ഏറ്റവും അപകടം പിടിച്ച തിന്മ, ഏറ്റവും ഗൗരവപ്പെട്ട തിന്മ, ഏറ്റവും വലിയ തിന്മയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലും വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചാൽ, എന്തെങ്കിലും തിന്മകൾ ഇനി പറ്റിയാൽ തന്നെയും ഒരിക്കലും ഏറ്റവും വലിയ തിന്മ പറ്റരുത് എന്ന വാശി ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്, അള്ളാഹുവിൻ്റെ അടിമ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മേൽ, നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ആ ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്താണ് ഏറ്റവും വലിയ തിന്മ എന്ന് പഠിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അതിവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും വലിയ തിന്മ? അശ്ശിർക്കു ബില്ലാഹി അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഷിർക്ക് വെക്കലാണ് ഏറ്റവും വലിയ തിന്മ. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഷിർക്ക് വെക്കലാണ് ഏറ്റവും വലിയ തിന്മ. നമ്മൾ ശ്രദ്ധിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക് വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തിന്മയാകുന്നത്? അതിന് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഷിർക്ക് അല്ലാത്ത മറ്റേതെങ്കിലും തിന്മകൾ ഒരാൾക്കുണ്ടെന്ന് വിചാരിക്കാം. ഒരാൾക്ക് ഷിർക്കില്ല, പക്ഷെ ബാക്കി കുറേ തിന്മകൾ അയാൾക്കുണ്ട്. ഷിർക്കിനേക്കാൾ ഗൗരവം കുറഞ്ഞ ബാക്കി പല തിന്മകളും അയാളിലുണ്ട്, പക്ഷെ ഷിർക്ക് അയാളിലില്ല. ഷിർക്കൊരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത രൂപത്തിൽ അയാൾ റബ്ബിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകുന്ന സ്ഥാനം നിങ്ങൾ ശ്രദ്ധിക്കണം. ഹദീസിൽ ഞാൻ ആ ഹദീസ് ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പറഞ്ഞതായിട്ട് അറിയിക്കുകയാണ് ഖുദ്സിയായ ഹദീസിൽ, യബ്ന ആദം, ആദമിൻ്റെ മകനെ അള്ളാഹു വിളിക്കുകയാണ്, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, തീർച്ചയായും നീ
എൻ്റെ അടുക്കലേക്ക് ഭൂമി നിറയെ തിന്മയുമായി കടന്നു വരികയാണ്. ശ്രദ്ധിക്കണം, അള്ളാഹു പറയുന്ന വാക്ക് ഭൂമി നിറയെ തിന്മകൾ. അങ്ങനെ നീ എൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ഭൂമി നിറയെ തിന്മകൾ എന്ന് പറയുമ്പോൾ എത്ര അധികം തിന്മകളുണ്ടാവും? ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് തിന്മകൾ, വർഷങ്ങളായി ചെയ്ത തിന്മകൾ, വലിയ വലിയ തിന്മകൾ ഒക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹ് പറയുന്നത് എന്താണെന്നറിയോ? സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈആ. പക്ഷെ നീ എന്നെ കണ്ടുമുട്ടുന്ന നാളിൽ, ഖിയാമത്ത് നാളിൽ നീ എന്നെ കണ്ടുമുട്ടുന്ന സമയത്ത് എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത രൂപത്തിലാണ് നീ എന്നെ കണ്ടുമുട്ടുന്നത്. അള്ളാഹ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. ഒരുപാട് ഭൂമി നിറയെ തിന്മകൾ. അപ്പം എത്ര ഒരുപാട് തിന്മകൾ, എണ്ണി തീർക്കാൻ സാധിക്കാത്ത അത്രയധികം തിന്മകളുമായി നീ എൻ്റെ അടുക്കിലേക്ക് വരികയാണ്. പക്ഷെ നീ എന്നെ കണ്ടുമുട്ടുന്ന സമയത്ത് നീ എന്ത് ചെയ്തിട്ടില്ല? എൻ്റെ അടുക്കിലേക്ക് നീ വന്നെത്തിയത് എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത അവസ്ഥയിലാണ്. എന്ന് വെച്ചാൽ ഷിർക്കില്ല, ഷിർക്ക് അവൻ്റെ ജീവിതത്തിൽ കലർന്നിട്ടേയില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ അള്ളാഹ് പറയണം, ലാ അതൈതുക ബിഖുറാബിഹാ മഗ്ഫിറതൻ. ഈ ഭൂമി നിറയെ മഗ്ഫിറത്തുമായി ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരും. അള്ളാഹുവിൻ്റെ വാഗ്ദാനം. എന്ന് വെച്ചാൽ ഷിർക്കില്ലാത്ത ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബാക്കി എല്ലാ തിന്മകളും അയാളിൽ ഉണ്ടാവുന്നതിനേക്കാൾ അയാൾക്ക് ഏറ്റവും വലിയ അപകടം എന്നുള്ളത് അയാളിൽ ഷിർക്കുണ്ടാവലാണ്. എന്ന് വെച്ചാൽ നേരെ തിരിച്ചു പറഞ്ഞാൽ, ഒരാൾ ഷിർക്കുണ്ട് പക്ഷെ ബാക്കിയുള്ള തിന്മകളൊന്നുമില്ല, ബാക്കി നല്ല പെരുമാറ്റം, ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ, ഒരുപാട് ഇബാദത്തുകൾ, ഒരുപാട് നല്ല നല്ല, അങ്ങനെ വളരെ നല്ലൊരു മികച്ചൊരു വ്യക്തി, വളരെ മികച്ച ഒരു വ്യക്തിത്വം, പക്ഷെ അയാൾക്ക് ഷിർക്കുണ്ട്. അങ്ങനെയുള്ള ഒരാൾ, അയാൾ നരകത്തിൽ ശാശ്വതനാണ്. എന്നുവെച്ചാൽ കാലാകാലം, കോടിക്കോടി വർഷങ്ങൾ നരകത്തിൽ കിടന്നാൽ പോലും അയാൾ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ നിന്ന് പുറത്ത് കടക്കുകയോ സ്വർഗത്തിൽ ഒരു സെക്കൻഡ് പോലും പ്രവേശിക്കുകയോ ചെയ്യുകയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഷിർക്കെന്ന് പറയുമ്പം മറ്റ് തിന്മകളൊന്നും പോലല്ല, മറ്റേത് തിന്മകളും ഇതുപോലല്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വ്യഭിചാരം വളരെ മോശപ്പെട്ടൊരു കാര്യമായി നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം വെറുക്കുന്നൊരു തിന്മയാണ് വ്യഭിചാരം. പക്ഷേ ഈ ഒരു വ്യഭിചാരത്തിലേർപ്പെട്ട ഒരാൾ ആ വ്യഭിചാരത്തിലായിക്കൊണ്ട് തന്നെ മരണപ്പെടുകയാണെന്ന് വിചാരിക്കുക. അയാൾ ഷിർക്ക് ചെയ്തിട്ടേയില്ല, ഷിർക്കില്ലാത്ത തൗഹീദുള്ള, എന്നാൽ വ്യഭിചാരത്തിലായിക്കൊണ്ട് അതിൽ തൗബ ചെയ്യാതെ മടങ്ങാതെ ആ ഒരവസ്ഥയിൽ തന്നെ മരണപ്പെട്ട ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് റബ്ബ് ആഖിറത്തിൽ അയാളുടെ അവസ്ഥ, അള്ളാഹു അയാൾക്ക് ഉദ്ദേശിച്ചാൽ അയാളെ ആ തിന്മയ്ക്ക് അടിസ്ഥാനത്തിൽ ശിക്ഷിക്കും. ശിക്ഷിച്ചാൽ തന്നെയും അയാൾ കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരികയില്ല. ഇനി ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ ശിക്ഷിക്കാതെ അയാൾക്ക് ആ തെറ്റ് പുറത്തു കൊടുക്കുകയും ചെയ്തേക്കാം. ഇത് വ്യഭിചാരത്തിൻ്റെ മാത്രം വിഷയമല്ല, പലിശ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മദ്യപാനമായിക്കോട്ടെ, മറ്റേത് വലിയ മോശപ്പെട്ട തിന്മകൾക്കൊക്കെയും ഇതേ അവസ്ഥ തന്നെയാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ ശിക്ഷിക്കുകയും ചെയ്യും. ഇനി ശിക്ഷിച്ചാൽ തന്നെയും കാലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരില്ല. കാരണം തൗഹീദുള്ള ഒരാൾ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയി അവൻ സ്വർഗത്തിലേക്ക് എത്തും, അതിലൊരു സംശയവും വേണ്ട. എന്നാൽ ഒരാൾക്ക് തൗഹീദില്ലെങ്കിൽ, അയാൾ ഷിർക്കിലുള്ള ആളാണെങ്കിലോ, ഷിർക്കിലുള്ള ആൾക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, അയാൾ നരകത്തിൽ ശാശ്വതനായിരിക്കും കാലാകാലം. ഇത് മാത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ഏറ്റവും വലിയ തിന്മ അത് ഷിർക്കാണ്. ഷിർക്കിനേക്കാൾ അപകടം പിടിച്ച മറ്റൊരു തിന്മയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അധികം പഠിക്കേണ്ടതും ഏറ്റവും അധികം പേടിക്കേണ്ടതും ഏറ്റവും അധികം നമ്മുടെ ജീവിതത്തിൽ വരാതെ പ്രാർത്ഥിക്കേണ്ടതും ഈ ഷിർക്കിനെ സംബന്ധിച്ചാണ്. അത് അമ്പ്യാക്കന്മാരുടെ അടക്കം ഏറ്റവും മികച്ച മനുഷ്യ സൃഷ്ടിപ്പുകളിൽ ഏറ്റവും മികച്ച ആളുകളാണ് നബിമാർ. അവരിൽ തന്നെ ഏറ്റവും മികച്ച നബിമാർ പോലും
തങ്ങൾ സ്വന്തം വിഷയത്തിൽ ഷിർക്കിനെ പറ്റി പേടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾക്കറിയില്ലേ, അള്ളാഹുവിൻ്റെ ഖലീലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാം ഷിർക്കിനെതിരെ നടത്തിയ പോരാട്ടങ്ങളും പരിശ്രമങ്ങളും അതൊക്കെ നമുക്ക് ഒരു വലിയ സമൂഹത്തിന് പോലും നടത്താൻ പറ്റാത്ത പ്രവർത്തനം അദ്ദേഹം ഒറ്റയ്ക്ക് നടത്തിയത്. ഷാ ഇബ്രാഹിം അലൈഹിസ്സലാം മരിക്കാനാവുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. റബ്ബി ജുനുബിനി വബനിയ അൻ അബുദൽ അസ്നാം. റബ്ബേ, എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റി നിർത്തണമേ, രക്ഷിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, പേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കെങ്ങനെയാണ് നിർഭയരാവാൻ സാധിക്കുക? നമുക്കെങ്ങനെ പേടിക്കാതിരിക്കാൻ സാധിക്കുക? അതിന് മാത്രം നമ്മൾ ആരാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മഹത്വത്തിനും ദറജയ്ക്കും മുന്നിൽ നമുക്ക് എന്താണുള്ളത്? ഒന്നുമില്ല, എടുത്തു പറയത്തക്ക ഒരു കാര്യമില്ല, അല്ലേ? ഈ ഉമ്മത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹവും ഇതേപോലെ തന്നെ വളരെയധികം ഷിർക്കിനെ പറ്റി പേടിച്ചുകൊണ്ട് ആ ഷിർക്ക് അറിയാതെ എന്തെങ്കിലും ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിൽ നിന്ന് എന്താണ്, അതിനുള്ള പോംവഴി എന്താണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുണ്ട് മാർഗം എന്നറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പേടിച്ചുകൊണ്ട് കടന്നു വരികയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉറ്റ കൂട്ടുകാരന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഒരു പ്രാർത്ഥന എപ്പോഴും മുറുകെ പിടിക്കാൻ കൽപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം വഅസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് നിന്നിൽ ഞാൻ ഷിർക്ക് വയ്ക്കുന്നതിന് തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ്. അങ്ങനൊരവസ്ഥ മുശ്രിക്കായി വേണമെന്ന് വെച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ ഷിർക്ക് ചെയ്യുന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക, ഞാനങ്ങനെ ആയിപ്പോവുക എന്നുള്ളത്, അങ്ങനെ ആവാതിരിക്കാൻ റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. ഇനി അറിയാതെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ റബ്ബേ നിന്നോട് അതിനെ തൊട്ട് ഇസ്തിഗ്ഫാർ, പാപമോചനം തേടുകയാണ് റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് അമ്പിയാക്കന്മാരുടെയും മുർസലീങ്ങളുടെയും ഔലിയാക്കന്മാരുടെയൊക്കെ അവസ്ഥ. ഷിർക്കിനെ സംബന്ധിച്ച് അറിഞ്ഞൊരാൾ മറ്റൊരു കാര്യത്തെയും ഷിർക്കിനെ പേടിക്കുന്ന പോലെ പേടിക്കൂല, എന്തൊരു കാര്യത്തെയും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉറ്റ സ്വഹാബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ സ്വഹാബിമാരിൽ ഒരാളാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് കൊടുക്കുന്ന വസീയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വസീയത്ത് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ വസീയത്ത് എന്താണെന്നറിയോ? നീ കൊത്തി നുറുക്കപ്പെട്ടാലും കഷ്ണങ്ങളാക്കപ്പെട്ടാലും, നീ കത്തിയിരിക്കപ്പെട്ടാലും ചുട്ടു ചാമ്പലാക്കപ്പെട്ടാലും നീ അള്ളാഹുൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്, ഒരിക്കലും ശിർക്ക് ചെയ്യരുത്. ബാക്കി എന്ത് തിന്മകൾ പറ്റിപ്പോയാലും, എത്രയൊക്കെ മോശത്തരങ്ങൾ ചെയ്താലും, അല്ലേ? നമുക്കറിയാം 100 പേരെ കൊന്ന ബനു ഇസ്രായേലുകാരിലെ ഒരാളുടെ ചരിത്രം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അയാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം അയാൾ സ്വർഗത്തിലേക്ക് എത്തുകയാണ്. എത്ര വലിയ തിന്മ ചെയ്ത ആളാണെങ്കിലും, എത്ര മോശപ്പെട്ട ആളാണെങ്കിലും അള്ളാഹ് അത് പുറത്തു കൊടുത്തേക്കും, ചാൻസ് ഉണ്ട്. കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത്രയും വിശാലമാണ്. എത്ര വലിയ തിന്മയാണെങ്കിലും, നമ്മൾ നേരത്തെ ഹദീസ് നമ്മൾ കേട്ടു, ഭൂമിയോളം തിന്മയാണെങ്കിൽ പോലും അവന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എങ്ങനെയാണെങ്കിൽ? ഷിർക്കില്ലാത്തവനാണെങ്കിൽ. അതാണ് അള്ളാഹ് പറയുന്നത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. തീർച്ചയായും അവനിൽ ഷിർക്ക് വയ്ക്കപ്പെടുന്നതിനെ അവൻ ഒരിക്കലും പുറത്തു തരികയില്ല. ഒരിക്കലും അള്ളാഹ് പുറത്തു തരൂല. ഷിർക്കിൽ നിന്ന് തൗബ ചെയ്യാതെ ഒരുത്തൻ റബ്ബിനെ കണ്ടുമുട്ടിയാൽ അവൻ 1000 വർഷങ്ങൾ ഇബാദത്തിൽ തന്നെ മുഴുകിയവനാണെങ്കിലും, കോടിക്കണക്കിന് സമ്പത്ത് സദഖ നൽകിയവനാണെങ്കിലും, അങ്ങനെ എത്ര ഇബാദത്തുകൾ അവന് മല പോലെ കൊണ്ടുവരാൻ ഉണ്ടെങ്കിലും അതൊന്നും റബ്ബിൻ്റെ അടുക്കൽ ഉപകാരപ്പെടൂല. ഒരു തരി പോലും ഉപകാരപ്പെടൂല. അതൊന്നും റബ്ബ് സ്വീകരിക്കൂല. അള്ളാഹ് പറഞ്ഞെന്താ? അന അഗ്ന ശുറകാഇ അനി ശിർക്ക്.
ഷിർക്ക് അങ്ങേയറ്റം വേണ്ടാത്ത, അതിൽ നിന്ന് ഏറ്റവും അധികം ധന്യനായിട്ടുള്ളവനാണ് ഞാൻ. എനിക്കങ്ങനത്തെ ഷിർക്ക് വേണ്ട. ഒരാൾ ഒരു ഷിർക്ക് ആയിട്ടുള്ളൊരു പ്രവർത്തനം ചെയ്താൽ അവനെയും ഷിർക്കിനെയും ഞാൻ ഉപേക്ഷിക്കുക. എനിക്കങ്ങനത്തെ അമലുകൾ വേണ്ട, അള്ളാഹ് സ്വീകരിക്കില്ല. ഒരാളൊരു ഷിർക്കുമായി തുടരുകയും അവൻ ഒരുപാട് അമലുകളും ചെയ്യുകയാണെങ്കിൽ ആ അമൽ അള്ളാഹ് സ്വീകരിക്കില്ല. അതുകൊണ്ടല്ലേ അള്ളാഹ് പറഞ്ഞു വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. ഈ ഷിർക്ക് ചെയ്ത ആളുകൾ അവരുടെ പ്രവർത്തനങ്ങൾ, അവർക്കൊരുപാട് പ്രവർത്തനങ്ങളുണ്ടാവും, ആ പ്രവർത്തനങ്ങളിലേക്ക് നാം തിരിയുകയും അതിനെ ചിതറിത്തെറിക്കുന്ന ധൂളികൾ പോലെ നാം ആക്കി തീർക്കുകയും ചെയ്യും. അപ്പോൾ ഷിർക്ക് എന്നുള്ളത് ഏറ്റവും അപകടം പിടിച്ച, അതിനേക്കാൾ അപകടം പിടിച്ച മറ്റൊരു തിന്മയില്ല. ഏറ്റവും അപകടം പിടിച്ച തിന്മേതാണ്. അപ്പോൾ ഈ ഒരു ബോധം നമുക്കെപ്പോഴും വേണം. ബാക്കി ഏത് തിന്മകളെക്കാളും വലിയ തിന്മയാണ് ഷിർക്ക് എന്നുള്ള ഗൗരവം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ ഒരു മനസ്സിൽ ആ ഒരു പേടി, അല്ലെങ്കിൽ അതിനെ തൊട്ടിട്ടുള്ള ജാഗ്രത, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന, ഇതൊക്കെ മറ്റേതൊരു കാര്യത്തിൽ നിന്നുണ്ടാവുന്നതിനേക്കാളും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം.